അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ലോകമൊന്നടങ്കം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം പ്രവാസ ലോകം യുദ്ധത്തിൻ്റെ ഭീതിയിലാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം എത്രത്തോളമാണ് ആഘാതമെന്ന് ആർക്കും തന്നെ കൃത്യമായി അറിയൂല. എന്നിരുന്നാലും ചില പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പലതരത്തിലുള്ള വാർത്തകൾ പബ്ലിഷ് ചെയ്യാണ്. പ്രവാസി ലോകത്തുള്ള പലരെയും വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രവാസികളുടെ ബന്ധുക്കൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ഇങ്ങനെ പടച്ചുവിടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാസികളായ പ്രിയപ്പെട്ടവർ, അവരുടെ നാട്, അവർ ജോലി ചെയ്യുന്ന നാടും നാട്ടുകാർക്കും അല്ലാഹു ഹിഫ്ള് പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇസ്ലാം ഒരിക്കലും യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇസ്ലാം നിർബന്ധ സാഹചര്യം വന്നു കഴിഞ്ഞാലും അവിടെയും പ്രതിരോധമാണ് ഇസ്ലാം പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അത് തന്നെയാണ്. രണ്ടു പേർക്കിടയിലുള്ള പ്രശ്നം അത് പറഞ്ഞ് പരിഹരിച്ച് നന്മയുള്ള രീതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് മറ്റുള്ള ഇബാദത്തുകളെക്കാളും ഒരുപാട് പ്രതിഫലമുള്ളതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ യുദ്ധം എന്ന് പറയുമ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ ഇതിലൂടെ കടന്നു വരാൻ. എന്നാൽ സമാധാനം എന്ന് പറയുന്നതോ അതിന് നേരെ ഓപ്പോസിറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും ഖൈറ് നമുക്കും പ്രവാസ ലോകത്തിനും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തരുന്ന പാഠം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഹിജ്റയുടെ 6-ാം വർഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്നും മക്കയിലേക്ക് വരികയാണ്, തവാഫ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോഴാണ് ഖുറൈശികൾ അവരെ തടഞ്ഞു നിർത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഹുദൈബിയ സന്ധി. അന്ന് അവരാ സന്ധിയിൽ കരാറിൽ ഏർപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ആ കരാറ് അംഗീകരിച്ചു. അവിടെ കുഴപ്പം ഒഴിവായി. യഥാർത്ഥത്തിൽ ആ കരാറിലുണ്ടായിരുന്ന കരാറ് മുഴുവനും വായിച്ചു നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും, പൂർണ്ണമായും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബത്തിനും എതിരായിരുന്നു, അനുകൂലമല്ലായിരുന്നു. ഖുറൈശികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രത്യേക തര കരാർ ഒരാളും അംഗീകരിക്കൂല. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ സമാധാനം ആഗ്രഹിച്ചതിന്റെ പേരിൽ, അവിടെ ഒരു കുഴപ്പം വേണ്ട, യുദ്ധം വേണ്ട, ബുദ്ധിമുട്ട് വേണ്ട എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു? ആ കരാറുകൾ മുഴുവനും അംഗീകരിക്കുകയാണ്. ചിന്തിച്ചു നോക്കണം, മക്കയിൽ നിന്ന് ആരെങ്കിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേടി പോവുകയാണെങ്കിൽ അവരെ തിരിച്ചയക്കണം എന്നാ പറഞ്ഞത്. അവരെ നിങ്ങൾ കൂടെ കൂട്ടാൻ പാടില്ല. നേരെ മറിച്ച് മദീനയിൽ നിന്ന് നിങ്ങളുടെ ആൾക്കാർ ഞങ്ങളിലേക്ക് വരികയാണെങ്കിലോ അവരെ നിങ്ങൾ തിരിച്ചു വിളിക്കാനും പറ്റൂല. ഇതൊന്നാണ്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഖുറൈശികൾക്ക് അനുകൂലമായിട്ട് മാത്രമുള്ള ചില കരാറുകളായിരുന്നു അന്ന് ഹുദൈബിയ സന്ധിയിൽ അവർ വെച്ചിട്ടുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണമെങ്കിൽ അത് എതിർക്കാമായിരുന്നു. എതിർത്തു കഴിഞ്ഞാൽ അവിടെ വലിയൊരു വഴക്കുണ്ടാകുമായിരുന്നു. അത് വേണ്ട. അവിടുത്തെ വഴക്കും കുഴപ്പവും ഒഴിവാക്കുന്നതിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ച ഒരു മാർഗമായിരുന്നു അത്. ഇതാണ് ഇസ്ലാം എപ്പോഴും അനുശാസിക്കുന്നത്. എല്ലാവരോടും ഇത് തന്നെയാണ് പരിശുദ്ധ ദീൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇസ്ലാം എവിടെയും അക്രമത്തിന്റെ വഴി സ്വീകരിച്ചിട്ടില്ല. എവിടെയും അക്രമത്തിലൂടെ ഇസ്ലാമിനെ വ്യാപിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ യുദ്ധങ്ങൾ മുഴുവൻ എടുത്ത് പരിശോധിച്ചാലും അതൊക്കെയും പ്രതിരോധങ്ങൾ മാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവാം. അതിൽ ഏറ്റവും വലിയ തെളിവ്, ഇസ്ലാമിൽ 1-ാമത്തെ യുദ്ധം എന്ന് പറയുന്നത് ഒരു പരിശുദ്ധ റമളാനിലായിരുന്നു. ആ പരിശുദ്ധ റമളാനിൽ നമുക്കൊക്കെ അറിയാം ബദർ യുദ്ധത്തിന്റെ എന്താണ് അതിന്റെ യഥാർത്ഥ കാരണം. നാം ഓരോരുത്തരും ബദറിനെ കുറിച്ച് പഠിക്കണം. ഒരുപാട് ചരിത്രങ്ങൾ കേട്ടവരാണ്, അറിഞ്ഞവരാണ്. യഥാർത്ഥത്തിൽ എന്താണ് ബദറിന്റെ കാരണം, യഥാർത്ഥത്തിൽ എന്താണ് ബദറിന്റെ
പാഠം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ബദറിനെ കുറിച്ച് വരും ക്ലാസ്സുകളിൽ നമുക്ക് തുടരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.